ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലതാ കണ്ടോ, ഈ വെള്ളപ്പം ഇതുപോലെ നല്ല പൂ പോലെ നല്ല വക്കൊക്കെ ഞെരിഞ്ഞ് നല്ല ടേസ്റ്റുള്ള വെള്ളപ്പം കഴിക്കാനും നമുക്കിഷ്ടം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ വിചാരിച്ചത്, എന്നാലേ ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളത് 2.5 ഗ്ലാസ് അരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളപ്പം നാളെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇന്ന് ചോറ് വയ്ക്കുമ്പോൾ ഒരു ഇത്തിരി കൂടെ ചോറ് കൂട്ടി ഉണ്ടാക്കണം കേട്ടോ. കാരണം നമുക്ക് വെള്ളപ്പത്തിലേക്ക് ചോറ് ആവശ്യമുണ്ട്. ഇനി വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2.5 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ 2.5 ഗ്ലാസ് അരി രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാണ് വൈകുന്നേരം അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ 2.5 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കപ്പിലെടുത്ത് വെച്ചിരിക്കുകയാണ് ഒരളവിന് വേണ്ടിയിട്ട്. അതേ കപ്പിൽ തന്നെ നമുക്കിനി ചോറ് എടുക്കാം കേട്ടോ. നമ്മൾ എത്രയാണോ നമുക്ക് ആ കപ്പിൽ അരി ഉണ്ടായിരുന്നത് അതിൻ്റെ ഏകദേശം തൊട്ട് താഴെ വരെ നമുക്ക് ചോറെടുത്ത് മാറ്റി രണ്ടും കൂടെ ഒരു പാത്രത്തിലിട്ട് മിക്സാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് അരച്ചെടുക്കാം. അധികം വെള്ളമൊന്നും ചേർക്കരുത്, വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കുറയും. അപ്പം നമുക്കറിയാമല്ലോ എത്രത്തോളം ലേശം വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മൾ മാവ് അരയ്ക്കാൻ നിൽക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ വെള്ളപ്പം ഉണ്ടാകുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ നല്ല തിക്നെസ് ആയിട്ടുള്ളൊരു മാവ് റെഡിയാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ മാവൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ചിലരൊക്കെ തേങ്ങ ചേർത്തിട്ടാണ് കേട്ടോ അരി അരയ്ക്കാറുള്ളത്. ഞങ്ങളും ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ് അരച്ചിരുന്നത്. പക്ഷെ ചേച്ചിയാണ് പറഞ്ഞത് അങ്ങനെയല്ല, ഇങ്ങനെ ഒന്ന് തേങ്ങാപ്പാലെടുത്തിട്ട് ഒന്ന് വെള്ളപ്പം ചുട്ടു വെക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് തേങ്ങാപ്പാലൊഴിച്ച് വെള്ളപ്പം ചുടുന്നത്. അത് ഇപ്പോഴല്ല കേട്ടോ. ഇപ്പം നമ്മൾ ഇതൊക്കെ മാവൊക്കെ സെറ്റാക്കി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് അടച്ചു വെക്കും. പിന്നെ രാവിലെയാണ് നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാലൊഴിച്ചിട്ട് വെള്ളപ്പം ചുടുന്നത്. അപ്പോൾ രാവിലെയായിട്ട് നല്ല തേങ്ങയൊക്കെ ചിരകി വെച്ചിരിക്കുകയാണ് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തേങ്ങാപ്പാൽ നന്നായിട്ട് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൂടുതലായിട്ട് വെള്ളം ഒഴിക്കരുത് കേട്ടോ, അതിൻ്റെ ഒരു തിക്നെസ് തന്നെ വേണം. ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇത്തിരി അപ്പകാരം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വെള്ളപ്പത്തിൻ്റെ മാവ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് എപ്പോഴാണോ വെള്ളപ്പം കഴിക്കാൻ ആഗ്രഹം അപ്പോൾ ഓരോരോ വെള്ളപ്പം നല്ല ചൂട് കൊടുക്കുക, നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ചുട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മാവൊക്കെ ഒഴിച്ച് നല്ല സെറ്റായിട്ടുള്ളൊരു വെള്ളപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടിട്ടോ. വക്കൊക്കെ ഞെരിഞ്ഞിട്ട് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറി ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ചു പോകും. പക്ഷേ രാവിലെ കഴിക്കുമ്പോൾ മക്കൾക്കൊക്കെ എന്തെങ്കിലും ഒരു കറി വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു കറിയും കൂടെ നമുക്കിതിൻ്റെ കൂടെ ഉണ്ടാക്കാം. ഇനി ഒരു സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുണ്ടാക്കുന്നത്. അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടിയുള്ള തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പട്ട ഗ്രാമ്പു ഇടുകയാണ് കേട്ടോ. പട്ട ഗ്രാമ്പു ഇട്ടാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, അത് ഉള്ളി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നാൽ നമുക്ക് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ പച്ചമുളകും തക്കാളിയും എല്ലാം നമുക്ക് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് വാടിക്കോട്ടെ, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിനുശേഷം നമുക്ക് അതിലേക്ക് വേണ്ട മസാലക്കൂട്ടുകളുണ്ടല്ലോ. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ടീസ്പൂൺ ചെറുതാണ്, അതാണ് 3 ടീസ്പൂൺ ഇട്ടത്. പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് 1-2 വിസിലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങാക്കൂട്ടും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. തേങ്ങ അരപ്പ്. ഈ തേങ്ങ അരപ്പിലേക്ക് ചെറിയുള്ളി 2 ചെറിയുള്ളിയും ഒരിത്തിരി മഞ്ഞളും ഒരിത്തിരി വലിയ ജീരകം കൂടെ കൂട്ടി അരച്ചതാണ്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 കുരുമുളകും കൂടെ എരിവിന് വേണ്ടി ചതച്ചിടാം. ബാക്കി നമുക്ക് പുഴുങ്ങി വെച്ച മുട്ടയുണ്ടല്ലോ, അതും കൂടെ പൊളിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ഉള്ളി വെച്ച് വറവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കറി നല്ല ടേസ്റ്റാണ്. കറിവേപ്പിലയും മല്ലിച്ചപ്പയും ആവശ്യത്തിന്. ഇനി നമുക്ക് സ്വാദിഷ്ടമായ വെള്ളപ്പവും മുട്ടക്കറിയും കൂടെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കാം.